തിരുവോണത്തെ വരവേൽക്കാനുള്ള അവസാനപ്പെട്ട ഒരുക്കത്തിലാണ് മലയാളികൾ. ഓണപ്പൂക്കളം ഒരുക്കാനും പുത്തനുടുപ്പുകളും സദ്യവട്ടങ്ങളും ഒരുക്കാനുമുള്ള ഓട്ടപ്പാച്ചിലാണ് ഓരോരുത്തരും. തിരുവനന്തപുരം പഴവങ്ങാടിയിലെ ഓണത്തിരക്ക് കാണാം ആദ്യം. അപ്പൊ നാളെ തിരുവോണമാണ്. ഇന്ന് ഉത്രാടപ്പാച്ചിലാണ് നാടെങ്ങും. നാടും നഗരവും ഒക്കെ ഉത്രാടപ്പാച്ചിൽ ഓണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോ ഉത്രാടത്തിന്റെ തലേന്ന്, ഉത്രാടത്തിന്റെ അന്ന് ഉച്ചയ്ക്ക് ശേഷം ഒരു ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും ഇതേ നാളേക്കുള്ള ഓണക്കോടി വാങ്ങാൻ, ഓണസദ്യക്ക് വേണ്ടുന്ന സാധനങ്ങൾ വാങ്ങാൻ, പൂക്കളം വാങ്ങാൻ. പൂക്കളവും ഓണക്കോടിയും ഒക്കെ ഇല്ലാതെ എന്ത് ഓണം, അല്ലെങ്കിൽ ഓണക്കോടി ഉടുക്കാതെ എന്ത് ഓണം എന്ന് പറയുന്ന പോലെ. ഞാനിപ്പോ നിൽക്കുന്നത് കിഴക്കേക്കോട്ട പഴവങ്ങാടിയിലാണ്. പഴവങ്ങാടിയില് ഒരുപാട് വസ്ത്ര വിപണിക്ക് തന്നെ പേര് കേട്ടിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോ ഓണക്കോടി എല്ലാവർക്കും വളരെയധികം ആഗ്രഹമുള്ള ഒന്നാണ് ഓണക്കോടി. ഇവിടെ എല്ലാവരും സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്കാണ്. രാവിലെ ഇത്ര തന്നെ തിരക്കുണ്ടായിരുന്നില്ല. പക്ഷെ നമുക്കറിയാം ഉച്ചയ്ക്ക് ശേഷമാണ് എപ്പോഴും തിരക്ക് ഉണ്ടാവാറുള്ളത്. നമുക്ക് ഇവിടെ നടക്കാൻ പോലും സ്ഥലമില്ലാത്തൊരു അവസ്ഥയാണ് കാണുന്നത്. അമ്മ, ഓണക്കോടിയൊക്കെ വാങ്ങിച്ചോ? വാങ്ങിച്ചു മോളെ. വാങ്ങിച്ചു. എപ്പോഴാ വാങ്ങിച്ചു? ഇന്നാണോ വാങ്ങിച്ചത്? ഇന്ന് വാങ്ങിച്ചത്. എങ്ങനെ? നല്ല കുഴപ്പമില്ല, ഒരുവിധമൊക്കെ കൊള്ളാം. നല്ല തിരക്കാണല്ലേ ഇവിടെ? ഭയങ്കര തിരക്കാണ് മോളെ. വയസ്സായ അമ്മൂമ്മ പോണണ്ട. അപ്പൊ അമ്മമ്മയൊക്കെ ഓണക്കോടി വാങ്ങിച്ചു. ഓണം ആഘോഷിക്കാൻ തന്നെയാണ്. ബാക്കി എല്ലാ സാധനവും വാങ്ങിച്ചു. എല്ലാം വാങ്ങിച്ചു. അതെ, അപ്പൊ എല്ലാരും ഓണക്കോടിയൊക്കെ വാങ്ങിച്ച് വളരെയധികം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. അമ്മമ്മ ഒറ്റയ്ക്കാണ് വന്നത്. ഇവിടെ ഓണക്കോടി എല്ലാം വാങ്ങിക്കാൻ അമ്മമ്മ ഒറ്റയ്ക്കാണ് വന്നത്. ഉത്രാടപ്പാച്ചിലിന്റെ തിരക്കിലാണല്ലോ. അതെ, ഇന്നലെ വരെ ഓഫീസ് ഉണ്ടായിരുന്നു. ഇന്നാണ് ഒരു ഒഴിവ് കിട്ടുന്നത്. അതെ, എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്. അതെ. ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ അവധിയാണ് വരുന്നത്. അതായത് ഇന്ന് സെക്കൻഡ് സാറ്റർഡേ അല്ലേ? അതെ, ഒരവധി പോയി. അതെ, ആഘോഷായി ഇവിടെ. സന്തോഷം. ഓണക്കോടി എല്ലാം വാങ്ങിച്ചു. എല്ലാ സാധനം എല്ലാം വാങ്ങി. പൂക്കളത്തിനുള്ള പൂവും സദ്യക്ക് ഒരുക്കാനുള്ള എല്ലാം വാങ്ങിച്ചു. ഹാപ്പി ഓണം. ചേച്ചി, ഓണക്കോടി എല്ലാം വാങ്ങിച്ചോ? വാങ്ങിച്ചു. എല്ലാ തവണ ഇവിടെ നിന്നാണോ എടുക്കാറ്? ബാക്കി എല്ലാ സാധനവും ഓക്കെ ആയോ? ഇവിടെ നമുക്ക് രണ്ടുപേരിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. ഞങ്ങള് ചാക്കയെന്നാണ് വരുന്നത്. ചാക്കയത് എല്ലാ ഓണത്തിനുള്ള എല്ലാം ഓൾമോസ്റ്റ് എല്ലാക്കെ. എന്നാലും ഒന്ന് ലാസ്റ്റ് ഉത്രാടപ്പാച്ചിലുണ്ടെങ്കിലല്ലേ ഒരു രസമുള്ളൂ. അതെ, ഉത്രാടപ്പാച്ചിലിന് പായാന്നുള്ളത് ഒരു നിർബന്ധം പോലെയാണ് പലർക്കും. തലേന്ന് ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങാന്നുള്ളത് അല്ലേ? അതെ. എങ്ങനെ ഇവിടുന്നാണോ വാങ്ങിക്കാറ് എല്ലാ തവണയും? ഇവിടെയാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ ഒക്കെ കിട്ടുന്നത്. ഞങ്ങൾക്ക് ട്രിവാൻഡ്രംകാരുടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പർച്ചേസിംഗ് സ്പോട്ട് എന്ന് പറഞ്ഞത് ഈ ട്രിവാൻഡ്രം പത്മനാഭ ക്ഷേത്രത്തിന്റെ അവിടെയാണ്. ഇവിടെ തന്നെ വേണ്ടുന്ന പൂക്കൾ ഒരുക്കാനുള്ള. ഇനി പൂക്കളും കൂടെ ഒന്ന് നോക്കിയാൽ മതി. ബാക്കി ഓൾമോസ്റ്റ് എല്ലാം ആയി. എന്നാലും ഈ ഒരു ഉത്രാട പാച്ചിലൊന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ വന്നതാ ശരിക്കും. അതെ, ഇതൊരു സെലിബ്രേഷൻ ആണ് പലർക്കും. ഉത്രാട പാച്ചിൽ എന്ന് പറയുന്നത് സെലിബ്രേഷൻ ആണ്. നമുക്ക് ഇത്ര ദിവസം സമയം ഉണ്ടെങ്കിൽ പോലും മേ ബി എല്ലാവരും ഉത്രാടത്തിന്റെ അന്ന് തലേന്ന്, ഉത്രാടത്തിന്റെ അന്ന് ഉച്ചയ്ക്ക് ശേഷം രാവിലെ മുതലൊക്കെ വന്ന് പർച്ചേസ് ചെയ്യാൻ കാത്തിരിക്കുകയാണ് ചെയ്യുക. അപ്പൊ നേരത്തെ ചേച്ചി പറഞ്ഞ പോലെ ഇപ്രാവശ്യം സെക്കൻഡ് സാറ്റർഡേയും സൺഡേ ഒക്കെയാണ് ഒന്നാം ഓണം തിരുവോണമൊക്കെ വന്നത്. അതുകൊണ്ട് തന്നെ ലീവിന് അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല. പലപ്പോഴും സൺഡേ സെക്കൻഡ് സാറ്റർഡേ ഒക്കെ ലീവ് ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. സെക്കൻഡ് സാറ്റർഡേ ആവുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഉത്രാടപ്പാച്ചിൽ സെലിബ്രേറ്റ് ചെയ്യാന്നുള്ളതും വേറൊരു രസമാണ്. ഇപ്പൊ കുട്ടികൾ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്ക് ഉത്രാടപ്പാച്ചിൽ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി വരും. ആ കാണുന്നത് തന്നെയാണ്, ഈ കാണുന്ന തിരക്ക് അതിനൊരു ഉദാഹരണമാണ്. ഡ്രസ്സൊക്കെ വാങ്ങിച്ചോ? എന്ത് ഡ്രസ്സാ വാങ്ങിച്ചേ? മുണ്ടും ഷർട്ടും. ഓണത്തിന് മുണ്ടും ഷർട്ടും എടുക്കണോ അല്ലേ? എങ്ങനെയുണ്ട്? പൂക്കളൊക്കെ ഒരുക്കാനുള്ള പൂവൊക്കെ വാങ്ങിച്ചോ? വാങ്ങിച്ചു. അതെ, കുട്ടികൾ വേറെ ഇതെല്ലാം സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഓണം മലയാളികളുടെ ഒരു ഉത്സവമാണ്. ഏത് ദേശം, നാട്, അങ്ങനെ ഒന്നും നോക്കുന്നില്ല. നമ്മളെല്ലാവരും ഒരുപോലെ പൂവിട്ടും ഓണക്കോടി വാങ്ങിച്ചും സദ്യ ഒരുക്കിയും ഒക്കെ നമ്മൾ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഓണം എന്ന് പറഞ്ഞാൽ. നമ്മൾ എവിടെയാണെങ്കിലും തിരിച്ച് വീട്ടിലെത്താനുള്ള ഒരു ആഗ്രഹവും, അല്ലെങ്കിൽ വീട്ടുകാരോടൊപ്പം നിന്ന് ഒരു സദ്യ കഴിക്കാനുള്ള ഒരു ആഗ്രഹമൊക്കെ നമുക്ക് ഉണ്ടാവാറുണ്ട്. കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു? ബിസിനസ് എല്ലാം ഉഷാറായി പോകുന്നു. ബിസിനസ് എല്ലാം എങ്ങനെ പോകുന്നു? നന്നായിട്ട് കച്ചവടമൊക്കെ നടക്കുന്നുണ്ട് അല്ലേ? ഇന്ന് രാവിലെ മുതൽ ഈ തിരക്കുണ്ടോ? രാവിലെ ഇന്നലെ തിരക്കുണ്ട്. ഇന്നലെയും തിരക്കുണ്ട്. എങ്ങനെ ഓണത്തിന് എല്ലാ തവണയും ഉണ്ടാവുന്ന പോലത്തെ തിരക്ക് പ്രാവശ്യം ഉണ്ടോ? കുറച്ച് കുറവുണ്ട്. 2 ദിവസം കൊണ്ട് നല്ല തിരക്കുണ്ട്.
അതിന്റെ മുമ്പ് 10 ദിവസങ്ങളിലെ ഓണം കച്ചവടം കാണും. ആദ്യത്തെ 4 ദിവസങ്ങളിലൊന്നും കച്ചവടം 10 ഉണ്ടായിരുന്നു. ദിവസം കാണും. ഇപ്പൊ 2 ദിവസമാണ് കച്ചവടം ഉണ്ട്. ഇന്നലെ നാളെയും കൂടെ പ്രതീക്ഷിക്കുന്നോ ഈ കച്ചവടം? നാളെ ഈ കൂട്ടം വരും. ഈ തിരക്ക് വരൂല. ഈ തിരക്ക് ഉത്രാടപ്പാച്ചിൽ ഇന്ന് മാത്രമേ ഉണ്ടാവൂ. ഇന്ന് മാത്രമേ ഉണ്ടാവൂ. അതെ, അപ്പൊ നാളെ വരും. രാത്രി 10-12 മണി വരെ തീരും. 10-12 മണി വരെ. എങ്ങനെയുണ്ടമ്മ കച്ചവടം എല്ലാം? கச்சோடம் பரவாயில்லம்மா നന്നായിട്ടിരിക്കുന്നു. நல்லா നല്ല തിരക്കാണ്. நல்லா இருக்கு. ഓണൊക്കെ എങ്ങനെ പോകുന്നേ? ഓണമൊക്കെ കണ്ടില്ല, ഇപ്പൊ കൂടെ കഴിക്കണം ഓണം. നല്ല തിരക്കാണല്ലേ? ഉത്രാടപ്പാച്ചിൽ നല്ല പാച്ചിലാണ് എല്ലാരും. എല്ലാ ഡ്രസ് എല്ലാം എടുത്തോ? എല്ലാം എടുത്തു. എല്ലാ സദ്യക്ക് വേണ്ട പൂക്കളത്തിന് വേണ്ട എല്ലാം എടുത്തോ? എല്ലാം എടുത്തു. എങ്ങനെയുണ്ട് ഓണം? നാളെ തിരുവോണം. ഓണം നാളെ വന്നിട്ട് മറ്റന്നാ അങ്ങ് പോവും. അത് തന്നെ ഓണം. എല്ലാം എടുത്തോ? മക്കളെല്ലാം എല്ലാം എടുത്ത്. ഇപ്പൊ ഇവിടെ വന്നത് വസ്ത്രം വാങ്ങിക്കാനാണോ? അമ്മയ്ക്ക് ലോട്ടറി കച്ചവടം ഉണ്ട്. ഇവിടെയാണോ നടത്തുന്നേ? ഇവിടെ ഇരിക്കണം, ഇവിടെ എത്തിട്ട് ഇരിക്കണം. ആ ഇവിടെ ആരും വാങ്ങിക്കാം, അവര് മുണ്ട് വാങ്ങിക്കാൻ നമ്മുടെ 500 രൂപയ്ക്ക് പമ്പർ എടുക്കും. ആ അങ്ങനെ. അപ്പൊ ഉത്രാടപ്പാച്ചിൽ നല്ല കച്ചവടാണ്. ഇല്ല മക്കളെ, ഒന്നും ചെയ്തില്ല. ഒരു പമ്പർ കൊടുത്ത 500 രൂപയ്ക്ക്. ആ അത് തന്നെ ചെയ്ത. ഓണം കഴിഞ്ഞിട്ട് ഉഷാറാവും. ആവും. ഓണമൊക്കെ ഇതുവരെ എത്തി. ഓണെല്ലാം നല്ലതായി പോയിക്കൊണ്ടിരിക്കുക. എല്ലാ സാധനവും എല്ലാം എടുത്തോ? എടുത്തോണ്ടിരിക്കുക. ചേച്ചി ഇവിടെ തന്നെ? ഇവിടെ തന്നെ ഞാൻ തിരുവനന്തപുരത്തുള്ള. ഇന്നാണോ ഷോപ്പിങ്ങിനെല്ലാം ഇറങ്ങിയത്? അപ്പോ അതെ. ഉത്രാടപ്പാച്ചിൽ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു. അപ്പൊ ഇത് ഈ വസ്ത്രങ്ങളെല്ലാം വിൽക്കുന്ന ഇവിടെ എത്തിയപ്പോ നമ്മളിത് ഒരു ഓണക്കോടി, അതായത് മഞ്ഞക്കോടി കൂടെ ഇവിടെ കാണുകയാണ്. ചേച്ചിയുടെ പേരെന്താ? വിജിനി. ചേച്ചി ഇവിടെ ഓണക്കോടി വിൽക്കാൻ വേണ്ടി? ഇത് ഞാൻ സ്വന്തമായിട്ട് നെയ്ത് കൊണ്ടുവരുന്നതാണ്. ബാലജാപുരം അവണാവഴി നിന്നാണ്. സ്വന്തമായിട്ട് നെയ്ത് നമുക്ക് ഇത് കൈത്തറിയുടേതാണ്. ഇപ്പൊ പവർ ലൂം ഇറങ്ങിയതുകൊണ്ട് നമുക്കിപ്പോ ഇതൊന്നും സെയിൽ ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് മൊത്തത്തിലാണ് ഇത് എടുത്തോണ്ട് പോകുന്നത്. അപ്പൊ ഇപ്പൊ നമുക്കിത് പോവാൻ പറ്റാത്തതായതുകൊണ്ട് ഇവിടെ കൊണ്ടുവച്ച് കീറി വിൽക്കേണ്ട ഗതി വന്നിരിക്കുകയാണ്. ഇത് കുഴിത്തറി, കൈത്തറിയിലെ കുഴിത്തറി, ബാലജാമരം കുഴിത്തറിയിൽ നെയ്തെടുത്ത സാധനമാണ്. വാങ്ങിക്കുന്നുണ്ടോ? അപ്പൊ ഇവിടെ എല്ലാം സെയിൽ ആവുന്നുണ്ട്. ഇന്ന് മുതലാണോ ഇവിടെ കച്ചവടം തുടങ്ങിയത്? ഇല്ല, 2 ദിവസം മുതലുണ്ട്. അന്ന് മുതലേ തിരക്കൊക്കെ ഉണ്ടോ? പ്രാവശ്യം ശകലം തിരക്ക് കുറവാണ്. ഇന്നാണ് നല്ല തിരക്കുള്ളത്. പിന്നെ വൈകുന്നേരങ്ങളിൽ തിരക്കുണ്ട്. ചേച്ചി ഓണക്കോടി എല്ലാം വെച്ച് ഇരിക്കുകയാണ്. എന്ത് പറയുന്നു ഓണത്തിന്? ഓണത്തിന് അങ്ങനെ ഓണമൊക്കെ പോണം. ഉത്രാടപ്പാച്ചിൽ അതിന്റെ അവസാനത്തേക്ക് അടുക്കുകയാണ്. നാളെ തിരുവോണമാണ്. തിരുവോണത്തിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കാനുള്ള വലിയൊരു തിരക്കാണ് ഈ പഴവങ്ങാടിയിൽ കാണുന്നത്. പഴവങ്ങാടിയിൽ നിന്നും ക്യാമറ പേഴ്സൺ ബിപിൻ മുരളിക്കൊപ്പം ദിൽന ദിനേശ്, ന്യൂസ് 18. ഉത്രാടപ്പാച്ചിലിന്റെ തിരക്കിലമർന്നിരിക്കുകയാണ് തലസ്ഥാന നഗരി. സദ്യവട്ടങ്ങൾ ഒരുക്കാനുള്ള പച്ചക്കറിക്ക് വില അധികം വർദ്ധിച്ചിട്ടില്ലെങ്കിലും പൂക്കളുടെ വില